പ്ലാനിംഗ് എല്ലാം പൊളിഞ്ഞതോടെ പി.വി. അൻവർ പതറുകയാണ്. യു.ഡി.എഫ് പ്രവേശനം എന്ന മോഹം ത്രിശങ്കുവിലായതോടെ വി.ഡി. സതീശനെതിരെ അതിരൂക്ഷമായി രംഗത്ത് വരികയാണ് നിലമ്പൂരിന്റെ മുൻ എം.എൽ.എ. അൻവറോടാണോ പിണറായിയോടാണോ അമർഷമെന്ന് സതീശൻ വ്യക്തമാക്കണം. കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അള്ളുവെച്ചതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവെന്ന അമർഷവും പരസ്യമാക്കുകയായിരുന്നു ഇന്ന് അൻവർ ചെയ്തത്. അൻവറിന്റെ വാക്കുകളിലേക്ക്. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം പി.വി. അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായി ഒതുക്കലാണോ? യു.ഡി.എഫ് ചെയർമാന്റെ ഉദ്ദേശം ഇത് വളരെ ക്ലിയർ അല്ലേ? പി.വി. അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്തിനാ ഒതുക്കുന്നത്? ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ യു.ഡി.എഫ് ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. വി.ഡി. സതീശൻ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതെനിക്ക് എൻ്റെ അഭിമാനക്ഷത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കോ, ഞാൻ പറവൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ കേസ് എന്ത് ചെയ്യാൻ പറ്റും? പിണറായിസത്തിനെതിരെ പോരാട്ടം തുടങ്ങി വെച്ച് എം.എൽ.എ. സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അദ്ദേഹത്തിനത് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഓർമ്മയില്ലാത്ത ചില ആളുകളുടെ ഉണ്ട്. ഇതിന് അതേസമയം യു.ഡി.എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആദ്യം അൻവർ അംഗീകരിക്കട്ടെ, പിന്നീട് മതി ബാക്കി കാര്യങ്ങൾ എന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്. തനിക്കെതിരായ അൻവറിന്റെ പ്രതികരണങ്ങളെയും പ്രതിപക്ഷ നേതാവ് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ തീരുമാനം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാനൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ യു.ഡി.എഫിന്റെ അഭിപ്രായം അപ്പം അന്നുള്ളൂ, ഇപ്പല്ല. പി.വി. അൻവറിന്റെ കാര്യം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതുന്നത് എന്ന് കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം വന്നു. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായെങ്കിൽ പരിഹരിക്കും. അൻവറിന്റെ കാര്യത്തിൽ നേതാക്കൾക്ക് ആർക്കും പ്രത്യേക അജണ്ടയില്ലെന്നും കെ.സി. വേണുഗോപാൽ ഇന്ന് വ്യക്തമാക്കി. യു.ഡി.എഫിൻ്റെതായ സിസ്റ്റംസ് ഉണ്ട് കേരളത്തിൽ. കോൺഗ്രസ് പാർട്ടിക്കായ സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെയെങ്കിലും ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം അക്കാര്യത്തിൽ ആർക്കും അങ്ങനെ പ്രത്യേകമായിട്ടൊരു വ്യക്തമായിട്ടുള്ള ഒരു പേഴ്സണൽ അജണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. നോക്കാം. അങ്ങനെ എല്ലാ വാതിലുകളും ഏകദേശം അടയുന്നു എന്ന സൂചനകൾ അൻവറിന് തന്നെ ബോധ്യമാവുകയും തിരിച്ചറിയപ്പെടുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പി.വി. അൻവർ പോവുകയാണ്. പ്രതിഷേധ സ്വരങ്ങളൊക്കെ തന്നെ ഉയരുമ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരത്തിലേക്ക് സമവായം ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പി.വി. അൻവറിന്റെ മുന്നിൽ എന്താണ് വഴിയെന്നത് വളരെ പ്രധാനമാണ്. ഇനി ഒറ്റയ്ക്ക് മത്സരിക്കുമോ മണ്ഡലത്തിൽ? തനിക്കിനി അവിടുത്തെ നിലമ്പൂരിലെ ജനങ്ങളോടാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ അൻവറിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നതടക്കം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമുക്ക് വിശദമായി തന്നെ അത് നോക്കാം. അമൽ തേനമ്പറമ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിവിധ ബൈറ്റുകളും പ്രതികരണങ്ങളും ഒക്കെ തേടിയ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചലനങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ച ഞങ്ങളുടെ പ്രതിനിധിയാണ് അമൽ തേനമ്പറമ്പിൽ. ഇന്നിപ്പോൾ അൻവറിന്റെ പ്രധാനപ്പെട്ട ഒരു ബൈറ്റ് വൈകിട്ട് വരുമ്പോൾ അതിൽ കടന്നാക്രമണം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുകയാണ്. കാരണം അതായത് തന്റെ വഴിമുടക്കിയെ നിൽക്കുന്ന ഒരു വ്യക്തി അത് വി.ഡി. സതീശനാണ്, പ്രതിപക്ഷ നേതാവ് ആണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം വരുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ യു.ഡി.എഫ് യോഗമൊക്കെ ചേരാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. അൻവറിന്റെ ഭാവി എന്താണ്? അമലിലേക്ക് ഉടൻ എത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രഖ്യാപനത്തിന് ശേഷം തന്നെ അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമാണ്. ഇത്തരത്തിലുള്ള വരുന്ന ആരോപണങ്ങളെയും അൻവർ എടുക്കുന്ന നിലപാടുകളെയോടൊന്നും തന്നെ സ്ഥാനാർത്ഥി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട്, പ്രചരണവുമായി മുന്നോട്ട് തന്നെ പോകുന്നു. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തട്ടെ എന്നാണ് ഷൗക്കത്തിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ വരുന്നത്. കെ.സി. വേണുഗോപാൽ കൂടി അവസാനത്തെ ഒരു ആശ്രയം എന്ന നിലയിൽ കെ.സി. വേണുഗോപാലും കൈയൊഴിഞ്ഞ ഒരു സാഹചര്യം. സംസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അത് അവിടെ തീർക്കാനുള്ള ശേഷി നേതാക്കൾക്കുണ്ട് എന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ കൂടി പറയുമ്പോൾ അൻവറിന് മുന്നിൽ വഴിയടയപ്പെടുകയാണ്. യു.ഡി.എഫ് പ്രവേശനം വളരെ ഈസി ആയിട്ട് അങ്ങ് നടത്താമെന്ന ആ ഒരു മോഹമൊക്കെ തന്നെ അസ്തമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവർ ഉടക്കിടുകയാണ്. തന്റെ വഴിമുടക്കിയായി നിൽക്കുന്നത്, തനിക്ക് അള്ളു വെച്ചിരിക്കുന്നത്, കെ.സി. വേണുഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോലും തനിക്ക് അവസരം ഒരുക്കാതെ തന്നെ കുത്തുന്നത്, അത്
വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് എന്ന് ഏകസ്വരത്തിൽ തന്നെ അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി അൻവറിന് വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി എന്തായാലും ഉണ്ട് മണ്ഡലത്തിൽ. പി വി അൻവറിനെതിരെ അതേസമയം മുഖ്യമന്ത്രിയും ഇന്ന് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ രംഗത്ത് വരികയാണ്. അൻവറിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞില്ലേ എന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതേസമയം പി വി അൻവറിന് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ ഉള്ളത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ ഇന്ന് കേട്ടു. അതിലേക്ക് ഒറ്റയ്ക്കല്ല തീരുമാനം. ഞാൻ കണ്ടത് അൻവറിന്റെ പാർട്ടിയുടെ യോഗം ചേരുന്നു ഇന്ന് നാളെയുമായിട്ട്. ആ യോഗത്തിന്റെ ഫലം നമുക്ക് കാത്തിരിക്കാം. AC വേണുഗോപാലുമായിട്ട് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത് എനിക്കറിയില്ല. AC വേണുഗോപാൽ വളരെ തിരക്കിട്ട പരിപാടിയിലായിരുന്നു. എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയി. രാഷ്ട്രീയ ചർച്ചയ്ക്ക് അദ്ദേഹത്തിന് ടൈം കിട്ടിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹമായിട്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോകും? ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. സ്ഥാനാർത്ഥിക്കെതിരായും UDF ചെയർമാനെതിരായും അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണം. നിരുപാധികം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. പി വി അൻവർ വിഷയത്തിൽ ഉലഞ്ഞു നിൽക്കുന്ന UDFനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി CPMന്റെ രാഷ്ട്രീയ നീക്കവും കണ്ടു. ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി VV പ്രകാശ് തോറ്റുപോയതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. MV ഗോവിന്ദന്റെ മറുപടി പറയാനില്ല എന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടും പുറത്തേക്ക് വന്നു. രണ്ട് പ്രതികരണങ്ങളും കാണാം. പാലം വലിച്ചു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായ കാര്യമാണ്. സങ്കീർണമായ പ്രശ്നമായിട്ട് UDFന്റെ അകത്ത് തന്നെ നിലനിന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നും കാണിക്കില്ല. പാളയത്തിൽ പണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള എത്ര സംഘർഷാത്മകമായ സ്ഥിതിയായിരുന്നു മത്സരിച്ചവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇവരെല്ലാം തമ്മിൽ. അതൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദേശാഭിമാനി ലേഖനത്തിന്റെ അതല്ലെങ്കിൽ MV ഗോവിന്ദൻ എന്നറിയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ അല്ലല്ലോ, അതൊക്കെ എൻ്റെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവരുമായി ഞാൻ ഈ ഒരു ചെറിയ സ്ഥാനാർത്ഥി സംസ്ഥാന നേതാവിൻ്റെയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല.